നരേന്ദ്രമോദിയുടെ ഹാട്രിക് അതൊരു ഇന്നെവിറ്റബിളായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യ മുന്നണി പൊളിയുന്നു എന്ന് മാത്രമല്ല, ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി എത്തുന്നു എന്നുള്ളതാണ് നിതീഷ് കുമാറിന്റെ ഈ സ്വിച്ച് ഓവറിലൂടെ സംഭവിക്കാൻ പോകുന്നത്. നിതീഷ് കുമാർ വന്നാലും ഇല്ലെങ്കിലും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഭാഗത്തുള്ള കൃത്യമായ ടാക്ടിക്സിലൂടെ അവർക്ക് ഇപ്പോഴുള്ള സീറ്റുകൾ നിലനിർത്താനോ അതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് പോകാനോ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നിതീഷിനെ കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുന്നണി പൊളിക്കുക എന്നതാണ്. അതിനായിട്ടുള്ള അവസാനത്തെ നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസവും ഞാൻ സൂചിപ്പിച്ചിരുന്നു, മമതാ ബാനർജി അല്ല, ബീഹാറാണ്, നിതീഷ് കുമാറാണ്, അവിടെയാണ് കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നതെന്ന് ഇന്നലത്തെ മീറ്റ് എഡിറ്റേഴ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ നോക്കൂ, ഇപ്പോൾ അമിത്ഷായുടെ വസതിയിലേക്ക് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ബി ജെ പിയുടെ ബീഹാറിലെ സംസ്ഥാന പ്രസിഡന്റ് സമ്രാട് ചൗധരിയും ഒപ്പം രേണു ദേവി എന്ന ബി ജെ പിയുടെ ബീഹാറിലെ നേതാവും എത്തിയിരിക്കുകയാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ പോകുന്നു എന്ന ഒരു ഓപ്ഷനിലേക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശദമായി അവിടുത്തെ നീക്കങ്ങളെക്കുറിച്ച് ഉണ്ണിസാർ വളരെ ദീർഘമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ നിതീഷ് കുമാറിന്റെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഒന്ന്, ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായി 2020 എങ്ങനെയാണോ അധികാരത്തിലേക്ക് എത്തിയത് അതേ സ്ഥിതിയിലേക്ക് തിരിച്ചു പോവുക. അത് നിതീഷ് കുമാറിന് അത്ര താല്പര്യമില്ല. രണ്ടാമത്തേത്, ബി ജെ പിക്ക് മുഖ്യമന്ത്രി പദവി കൊടുക്കുക, അതിനുശേഷം മാറി നിൽക്കുക എന്നുള്ളത്. അതിനും സാധ്യതയില്ല. മൂന്നാമത്തെ ഒരു സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനായി നിയമസഭ പിരിച്ചുവിടുക. അവധ് ബിഹാരി ചൗധരി, ബീഹാറിലെ സ്പീക്കറുടെ പേരതാണ്, സ്പീക്കറോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവ് ഇതേ സമയം നടത്തുന്ന മറ്റൊരു നീക്കം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ലാലു പ്രസാദ് യാദവ് 8 പേരുടെ പിന്തുണ കൂടി ഉറപ്പാക്കി 122 എന്ന മാജിക് നമ്പറിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇരുപക്ഷവും തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഗവർണറുടെ ഭാഗത്താണ് അടുത്ത നീക്കം സംഭവിക്കേണ്ടത്. അതിന് മുന്നോടിയായി സർക്കാർ പിരിച്ചുവിടുക, നിയമസഭ പിരിച്ചുവിടുക എന്നത് ആണ് നിതീഷ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സഖ്യം വിടുന്നതിന് മുൻപ് JDU-നെ പിളർത്തുക, MLA-മാരെ കൂറുമാറ്റി ഇപ്പുറത്തെത്തിക്കുക, ആ നീക്കവും ലാലു പ്രസാദ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. 122 എന്നത് പോസിബിൾ നമ്പറാണ് എന്നതാണ് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. കേവല ഭൂരിപക്ഷത്തിന് 122 വേണം. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 125 സീറ്റിലാണ് NDA വിജയിച്ചത്. ഇവർ ഒന്നിച്ചു നിന്നപ്പോൾ RJD-യുടെ മഹാസഖ്യം 110 സീറ്റിലും വിജയിച്ചു. അതായിരുന്നു അന്നത്തെ കണക്കെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, HAM സെക്കുലർ, അതിൻ്റെയൊക്കെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 2-നും 4 വീതമുണ്ട്. പിന്നെ BSPക്ക് ഒരു സീറ്റുണ്ട്, LJPക്ക് ഒന്നുണ്ട്, സ്വതന്ത്രൻ ഒന്നുണ്ട്. അങ്ങനെ വിഘടിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ മഹാസഖ്യത്തിൻ്റെ ഭാഗമായതോ ഒക്കെ എങ്ങോട്ട് വേണമെങ്കിലും സ്വിച്ച് ഓവർ ചെയ്യാവുന്ന, കാരണം പവർ പൊളിറ്റിക്സിൽ വരുമ്പോഴേക്കും കൃത്യമായി മാറാൻ സാധ്യതയുള്ള ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈക്വൽ ചാൻസസ് ഉള്ള ഒരു സാഹചര്യത്തിൽ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ നിൽക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ എഡ്ജ് നിതീഷിന് തന്നെയാണ്. കാരണം കൃത്യമായ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് നിതീഷ് കുമാറിനെ ഫിക്സ് ചെയ്യുകയാണ് അമിത്ഷാ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ചത് അമിത്ഷാ ആയിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ അമിത്ഷാ തന്നെ നേരിട്ട് ഈ കൂടിക്കാഴ്ചകളിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം പുറപ്പെട്ടത് ഒന്നിച്ച് ഒരു തീരുമാനം എടുത്തിട്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരേ വിമാനത്തിലാണ് JDU-വിൻ്റെ ജനറൽ സെക്രട്ടറി KC ത്യാഗിയും കേന്ദ്രമന്ത്രി അശ്വിനി ചൗബയും ബീഹാറിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ സമ്രാട് ചൗധരിയും ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും ഒക്കെ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് കർപ്പൂരി ഠാക്കൂറിൻ്റെ ഭാരതരത്ന അനൗൺസ്മെന്റിലൂടെ വന്നത്. ആ ഭാരതരത്ന അനൗൺസ്മെന്റിന് ശേഷം നിതീഷ് കുമാറിൻ്റെ സൗണ്ട് ബൈറ്റ് വളരെ കൃത്യമായി തന്നെ അതിൽ ഇന്നലെ നിതീഷ് കുമാർ പറയുന്നുണ്ട്. കുറേ കാലമായി 2007 മുതൽ 2023 വരെ കർപ്പൂരി ഠാക്കൂറിന് ഭാരത് നൽകണമെന്ന് വിവിധ സർക്കാരുകളോട്, കോൺഗ്രസ് സർക്കാർ എന്ന് എടുത്തു പറയുന്നുണ്ട്, UPA-യോടക്കം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, പക്ഷേ ഒന്നും നടന്നില്ല. അതിനുശേഷം ആ സൗണ്ട് ബൈറ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഐ കൺഗ്രാജുലേറ്റ് ദ PM ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഫോർ അക്സെപ്റ്റിംഗ് അവർ ഡിമാൻഡ്. അപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് മുൻ ബീഹാർ മുഖ്യമന്ത്രിക്ക് ഭാരത് രത്ന കൊടുക്കുക എന്നത് നിതീഷ് കുമാറിൻ്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യം കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ടോക്സ് ആർ ഗോയിങ് ഓൺ എന്ന ഒരു സൂചന ഇന്നലെ തന്നെ നിതീഷ് കുമാർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബീഹാറിലെ കാലാവസ്ഥയേക്കാൾ വേഗത്തിൽ അവിടുത്തെ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇന്ത്യ മുന്നണി പൊളിഞ്ഞില്ല എന്ന് ഇനി എത്രയൊക്കെ നമ്മളൊക്കെ പറയാൻ ശ്രമിച്ചാലും അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയായി മാറുന്നു എന്നുള്ളതാണ് ബീഹാറിലെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ന്യൂ പൊളിറ്റിക്കൽ അലൈൻമെന്റ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 400+ എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള നീക്കം തന്നെയാണ്. 40 ലോക്സഭാ സീറ്റുകൾ ബീഹാറിലുണ്ട്, ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളുണ്ട്. അപ്പോൾ അസാധ്യമല്ല 400+. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തടയിടാനായിട്ടുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നോ ആസ് സച്ച് സംഭവിക്കുന്നില്ല എന്നതും വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര 29-ാം തീയതി ബീഹാറിലെത്തുമ്പോൾ അവിടെ നിതീഷ് കുമാർ എന്ന ഇന്ത്യ മുന്നണിയുടെ ആർക്കിടെക്റ്റ് അവിടെ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ U-turn എടുക്കുക
എന്നുള്ളത് ഒട്ടും പുത്തരിയല്ല നിതീഷ് കുമാറിന്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, സ്വാപ്പ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ആലിയെ തിരിച്ചു കൊണ്ടുവരാനായി ടാക്ടിക്കലായിട്ടുള്ള നീക്കങ്ങളിലൂടെ BJPക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. രോഹിണി ആചാര്യ സിംഗപ്പൂരിൽ നിന്നാണ് തോന്നുന്നു അല്ലേ, എക്സിലിട്ട പോസ്റ്റ്, രോഹിണി ആചാര്യയുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യലിസ്റ്റ് ഹു ഈസ് ചേഞ്ചിങ് ഐഡിയോളജി ലൈക്ക് വിൻസ്, കാറ്റ് പോലെ എന്നല്ല, അതിനേക്കാൾ വേഗത്തിൽ ഐഡിയോളജി മാറ്റാനും സ്വിച്ച് ഓവർ ചെയ്യാനും ഒക്കെ കഴിവുള്ള ആൾ തന്നെയാണ് നിതീഷ് കുമാർ. പിന്നെ അധികാരത്തിലേക്ക് എത്തുന്നത് ആരാണ് എന്നത് ഉറപ്പായ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് വെറുതെ ബുദ്ധിമുട്ടേണ്ടതില്ല, തടി കഴിച്ചിലാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതാണ് എന്ന് വേണമെങ്കിലും കരുതാം. ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആകാനൊന്നും നിതീഷ് കുമാറിനെ ഇനി ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കേണ്ടതില്ല. അതൊക്കെ അടഞ്ഞ അധ്യായമാണ്. BJP ബന്ധം മുറിച്ച ആ 2 വർഷ കാലയളവ് ഇരുകൂട്ടരും അങ്ങ് മറക്കുന്നു. അതിനുശേഷം തിരിച്ചു വരുന്നു. വാതിലുകൾ എന്നേക്കുമായി അടച്ചു എന്ന് പറഞ്ഞ നേതാക്കളൊക്കെ അത് തിരുത്തുമോ എന്നുള്ളതാണ് BJP ക്യാമ്പിൽ നിന്നും ഇനി വരുന്ന പ്രതികരണങ്ങളിൽ അറിയേണ്ടത്. അമിത്ഷായും സുശീൽ മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പൂർത്തിയാകുന്നു. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നു. 48 മണിക്കൂറൊന്നും വേണ്ടിവരില്ല. ഒരുപക്ഷെ നാളെ രാവിലെ ആകുമ്പോഴേക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ലാലു പ്രസാദ് യാദവ് ഇതിനെങ്ങനെ തടയിടും, മഹാഗഡ്ബന്ധൻ അത് ആസ് സച്ച് എങ്ങനെ ഈ ഒരു വെല്ലുവിളിയെ മറികടക്കും എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള രാഷ്ട്രീയ ചോദ്യം. ബംഗാളിൽ സംഭവിച്ചതിനും ഒരു തിരുത്തുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഡെറിക് ഒബ്രിയന്റെ കൃത്യമായ സൗണ്ട് ബൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഡെറിക് ഒബ്രിയൻ ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻസ്, ഇഫ് ദ കോൺഗ്രസ് ഡസ് ഇറ്റ്സ് ജോബ് ആൻഡ് ഡിഫീറ്റ്സ് ദ BJP ഓൺ എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് സീറ്റ്സ്, ദ തൃണമൂൽ കോൺഗ്രസ് വിൽ വെരി മച്ച് ബി എ പാർട്ട് ഓഫ് ദ ഫ്രണ്ട്. അതർവൈസ് തള്ളിക്കളഞ്ഞിട്ടില്ല. മമതാ ബാനർജി തള്ളിക്കളഞ്ഞിട്ടില്ല. സീറ്റ് വിഭജനത്തിൽ ഞങ്ങളില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് മമതാ ബാനർജിക്കും ഒരു ഇന്നെവിറ്റബിലിറ്റി ഉണ്ട്, ആം ആദ്മി പാർട്ടിക്കും ഉണ്ട്. നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മേഘാലയയിലും ആസാമിലും സീറ്റ് ആവശ്യപ്പെടുന്നത്. ആം ആദ്മി പാർട്ടിക്കും അതേ ആവശ്യമാണ്. Meet the editors.